നമസ്കാരം. കാസർഗോഡ് ദേശീയപാതയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 പേർ മരണപ്പെട്ടു. കാറിലുണ്ടായിരുന്ന കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്കും വഴിയാത്രക്കാരനും ഗുരുതരമായി പരിക്കേറ്റു. ചട്ടഞ്ചാൽ സ്വദേശിയും കർഷകനുമായ 55 വയസ്സുള്ള ഗോപാലകൃഷ്ണനും CPCRIയിലെ മുൻ ജീവനക്കാരനായ പരുവനടുക്കത്തെ 62 വയസ്സുള്ള നാരായണനുമാണ് മരണപ്പെട്ടത്. ഗോപാലകൃഷ്ണന്റെ മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും നാരായണന്റെ മൃതദേഹം കാസർഗോഡ് കിംസ് ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. കാറിലുണ്ടായിരുന്ന ബദിയടുക്കയിലെ ഷഹൈൻ, ഭാര്യ സഹല, ബന്ധുക്കളായ ഷാഹിന, ഷംനാസ്, ഫാത്തിമ, ബദിയടുക്കയിലെ മുൻ പഞ്ചായത്ത് അംഗം അൻവറിന്റെ മകൾ ഹന്ന ഫാത്തിമ എന്നിവരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റ വഴിയാത്രക്കാരനായ 65 വയസ്സുള്ള ഹംസയെ കാസർഗോഡ് ചെങ്കള നയനാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളെ മംഗളൂർ ആശുപത്രിയിലേക്ക് ഉടൻ മാറ്റും. പാസ്പോർട്ട് ആവശ്യത്തിനായി പയ്യന്നൂരിലേക്ക് പോകുകയായിരുന്നു ഫോർച്യൂണർ കാറിലുണ്ടായിരുന്ന ബദിയടുക്ക സ്വദേശികൾ. ഓടിക്കൂടിയവരാണ് പരിക്കേറ്റവരെല്ലാം ആശുപത്രിയിലെത്തിച്ചത്. സ്കൂട്ടറിലിടിച്ച കാർ ദേശീയപാത നിർമ്മാണ സ്ഥലത്തെ കുഴിയിലേക്ക് മറിഞ്ഞു വീണു. ഗോപാലകൃഷ്ണന്റെ മകൾ ഡോക്ടറായി ജോലി ചെയ്തു വരികയാണ്. മകൾക്ക് വിവാഹാലോചന നടത്തുന്നതിനുള്ള ഒരുക്കത്തിനിടയിലാണ് മരണം സംഭവിച്ചത്. നന്ദി, നമസ്കാരം.